നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വർഷത്തെ 93-ാം ദിവസമായ ഇന്ന് തീയതി 2/4/2024 ചൊവ്വ, മലയാള വർഷം 1199 മീനം 20. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത: ഏപ്രിൽ 2 ഓട്ടിസം ബോധവൽക്കരണ ദിനം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആൺകുട്ടികളിൽ പെൺകുട്ടികളേക്കാൾ 4.3 മടങ്ങ് കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും പെൺകുട്ടികളിൽ രോഗനിർണയം വൈകിയാണ് മനസ്സിലാകുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി അവരെ വേണ്ട രീതിയിൽ പരിചരണവും പ്രോത്സാഹനവും നൽകി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനായി പരിശ്രമിക്കണമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഏപ്രിൽ 2 അന്താരാഷ്ട്ര കുട്ടികളുടെ പുസ്തക ദിനം ആഘോഷിക്കുന്നു. നൂറ്റാണ്ടുകളായി സ്കൂളുകളിൽ വായനയുടെ പ്രാധാന്യം പഠിപ്പിച്ചു വരുന്നു. അന്താരാഷ്ട്ര കുട്ടികളുടെ പുസ്തക ദിനം വായനയെക്കുറിച്ചുള്ള അവബോധം നൽകുകയും ഭാവിയിലെ യുവ മനസ്സുകളെ വാർത്തെടുക്കുന്നതിൽ അത് വളരെയധികം അനിവാര്യവുമാണ്. ഇന്നത്തെ ദിവസത്തെ ചരിത്രം: ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മരണം. റോമിലെ ബിഷപ്പും 1978 മുതൽ റോമൻ കത്തോലിക്ക സഭയുടെ തലവനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 455 വർഷത്തിനിടയിലെ ആദ്യത്തെ ഇറ്റാലിയൻ ഇതര മാർപ്പാപ്പയും ഒരു സ്ലാവിക് രാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെയാളുമായ ജോൺ പോൾ രണ്ടാമൻ 2005 വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് ഈ ദിവസം അന്തരിച്ചു. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലേ? എന്നാൽ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്നറിയുമോ? 1972-73 ആദ്യത്തെ മൊബൈൽ സെൽഫോൺ നിർമ്മിക്കുകയും ആദ്യത്തെ സെൽഫോൺ കോൾ ചെയ്യുകയും ചെയ്ത ടീമിനെ നയിച്ചത് അമേരിക്കൻ എഞ്ചിനീയറായ മാർട്ടിൻ കൂപ്പർ ആണ്. 1928 ഡിസംബർ 26 ചിക്കാഗോയിൽ ജനിച്ച അദ്ദേഹം സെല്ലുലാർ ഫോണിന്റെ പിതാവായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഏപ്രിൽ 3 നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ: തിരുവട്ടാർ ക്ഷേത്രത്തിലും നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലും കുമരകം പുതിയകാവ് ദേവീ ക്ഷേത്രത്തിലും കൊടിയേറ്റ്. തുമ്പമൺ വടക്കുന്നാഥ ക്ഷേത്രം ഉത്രാട ഉത്സവം. മരത്തോമ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട്. അമ്പലപ്പുഴ നാടകശാല സദ്യ. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം: കേരളത്തിലെ ആദ്യത്തെ ജയിൽ എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ: കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയുടെ പേര്? ഉത്തരം തിരുവനന്തപുരം സിവിൽ ആശുപത്രി. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉത്തരം നവോദയ സ്റ്റുഡിയോ. ആദ്യത്തെ മലയാള നാടകത്തിന്റെ പേര്? ഉത്തരം നാളത്തെ വീഡിയോയിൽ. ഇന്നത്തെ വാചകം: ഏതൊരു നല്ല കാര്യവും നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുക. അതിനാൽ നിലവിലുള്ള നല്ലതിനെ ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.